ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഞാൻ കഴിഞ്ഞ ദിവസം ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പക്ഷെ അകത്തേക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ റൂമിനകവും ഒക്കെ വീടിനകവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിലൊരു ചെറിയ ചെടി ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയൊരു ക്രിസ്മസ് ട്രീ ഞങ്ങൾ സെറ്റ് ചെയ്യാണ്. ഞാനും ഏട്ടനും മോനും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് അത് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. എൻ്റെ ഏറെക്കുറെ എല്ലാ മേക്ക് ഓവറുകളും നടത്തുന്ന ഒരു ചെടിയിലാണ്. ഓട്ടമാണെങ്കിലും സ്പ്രിങ് ആണെങ്കിലും ഒക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇതിനകത്തായിരുന്നു ട്രീ സെറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി എൻ്റെ കിട്ടിയതാണ് ഈ ഒരു സാധനം കേട്ടോ. ബോട്ടം സൈഡ് അത് വെച്ചിട്ട് ഫില്ല് ചെയ്തു. കുറച്ച് ഹാങ്ങിങ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് അതിനകത്തിട്ട് ചെറിയൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. വലിയ ട്രീ ഒന്നുമല്ല, വലിയൊരു ചെടിയൊന്നുമല്ല, ചെറിയൊരു ചെടിയാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻസും കുറച്ച് ഗിഫ്റ്റുകളും ഒക്കെ താഴെ ഇങ്ങനെ വെച്ചു. ഞാനെപ്പോഴും ഇതുപോലെയുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കും. എവിടെയൊക്കെ എങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞ് വെക്കുന്നത്. മിക്കപ്പോഴും അതെന്തെങ്കിലും ഇതുപോലെയൊക്കെയുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനെയൊരു ചെടി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പെട്ടെന്നൊരു ട്രീ സെറ്റാക്കാം, വളരെ പെട്ടെന്ന്. പിന്നെ അത് ശരിക്കുള്ള ട്രീ ആയതുകൊണ്ട് ആർട്ടിഫിഷ്യൽ അല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിനകത്താണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റും. ലൈവായിട്ട് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. അത് ലിവിങ് സ്പേസിൽ സോഫയുടെയൊക്കെ സൈഡിൽ, അപ്പം ഡോറ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണാവുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോയർ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണാവേ. ഒരു ചെറിയൊരു ഫോയർ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻ്റെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള ഏരിയ. അവിടെ നമ്മളൊരു ചെറിയ ഷൂ റാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ വശമാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെറിയ ലൈറ്റൊക്കെ കൊടുത്തു. പിന്നെ എപ്പോഴും ഇവിടെ ഞാനിങ്ങനെ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു വെക്കും, അതവിടെ തന്നെ കാണും. ബാക്കി കുറച്ച് ഫ്ലവേഴ്സും ലൈറ്റും ക്യാൻഡിലും ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, സെറാമിക്കിൻ്റെ ഒരു ഗ്രീൻ കളറ്, അതും ക്യാൻഡിലും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി. ഇത് ഫോയറിൻ്റെ റൈറ്റ് സൈഡാണ്. അവിടെ നമുക്ക് മുകളിലേക്കുള്ളൊരു സ്റ്റെയർ ഉണ്ട്. ഗോൾഡൻ കളറിലെ ഗ്ലിറ്ററായിട്ടുള്ള ഇത് വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. അതിൽ കുറച്ച് ചെറിയ ചെറിയ സ്റ്റാർസ് ഒക്കെ ഇട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റെഡും ഗോൾഡൻ കോമ്പിനേഷൻ കളേഴ്സും പിന്നെ സ്റ്റെയറിൻ്റെ ഒരു ഗ്രീൻ കളറോട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ഉള്ളപ്പോൾ നന്നായിട്ടൊരു പ്രത്യേക ഒരു ബ്രൈറ്റ്നെസ് തോന്നി. എൻ്റെ കയ്യിലൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടായിരുന്നു നേരത്തെ. ആ റീത്ത് അവിടെ ഇട്ടു. ഇനി നമ്മൾ ലിവിങ് സ്പേസിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ലിവിങ് റൂം ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്രീ ഈ ട്രെയിനും ഈ സാന്റയും കഴിഞ്ഞ വർഷം നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. നല്ല ഭംഗിയത്, അതിൻ്റെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഫുള്ള് ലൈറ്റിട്ട് കാണിച്ചു തരാവേ. ഇത് ഓൾറെഡി ഉള്ള ഒരു പ്ലാന്റിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അതിനകത്ത് ക്രിസ്മസിൻ്റെ ഫ്ലവേഴ്സൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ
ഒരു ചെറിയ ക്രിസ്മസ് ട്രീയും ചെറിയ ക്രിസ്മസ് ഹൗസും ലൈറ്റും ഒക്കെ കൊടുത്തു. പിന്നെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ആയി. മറ്റേ ബോക്സിലിരിക്കുന്ന ഹാർട്ട് ഷേപ്പിലെ ബോക്സിൽ നല്ല സ്മെല്ലാണ് ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ സെൻറ്റർ പീസ് ഓഫ് ഡെക്കറേഷൻ. അങ്ങനെ നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ തുടങ്ങുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ചാറ്റിംഗ് ടേബിളൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും ആദിയുടെ ഒരു പിയാനോ ഒക്കെ വെച്ചിട്ട് അവൻ്റെ DJ പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് അവിടെ. ഞാൻ കുക്ക് ചെയ്യും, അവനവിടെ DJ ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ സാധാരണ എപ്പോഴും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്നത്, അതൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതാണ് കൗണ്ടർ ടോപ്പിൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ കൊടുത്തിട്ട് ക്യാൻഡിലൊക്കെ കൊടുത്തു. വാഷ് ബേസിനൊക്കെ ഇവിടെയാണ്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിൻഡോ ഗാർഡൻ കോൺസെപ്റ്റ്. വിൻഡോ അവിടെ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതും ഇതൊന്നും ഇല്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഹാങ്ങിങ് പോട്ട്സും പ്ലാന്റ്സും ഒക്കെ കൊടുക്കും. ഇതായി ഈ ഫ്ലവർ ഒരുപാടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ച നിറയെ പൂത്തിരുന്നത്. ക്രിസ്മസ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മുട്ടൊക്കെ ആയി. ഈ മുട്ട എടുത്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ കോഴിക്കുഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് മുട്ടയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം. അതിന് ഞാനെപ്പോഴും അങ്ങനെയാണ് മുട്ട വെക്കാറുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ. കൗണ്ടർ ടോപ്പും ഒക്കെ ഇങ്ങനെയാണ് കിച്ചൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വലിയതായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നുമില്ല, ചെറിയ ഡെക്കറേഷൻസും പിന്നെ ക്യാൻഡിൽസ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ, അതുകൊണ്ട് ക്യാൻഡിൽസും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷനായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട്, ആ വുഡൻ കളറും പിന്നെ ആ റെഡും ഗ്രീനും ഒക്കെ കൂടെ ഉള്ളൊരു കളർ കോമ്പിനേഷൻ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഞാൻ ഇൻഡോറിൽ ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസ്. പിന്നെ ചെറിയ കാര്യങ്ങൾ അവിടെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ലൈറ്റ് ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച് ആ ഒരു ആംബിയൻസൂടെ നമുക്ക് കണ്ടാലോ. വീഡിയോയിൽ അത്രത്തോളം ഭംഗിയായി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നേരിട്ട് കാണുമ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു വോം ഫീലിംഗ്. ഇതാ ഞാൻ പറഞ്ഞ സാന്റ ട്രെയിൻ. നല്ല ഗ്ലിറ്ററിങ് ആണ്, നല്ല ഷൈനിങ് ഉണ്ട് അതിൽ.
നേരത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇൻഡോറിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് എത്രത്തോളം ഇഷ്ടപ്പെട്ടാണോ ഇതിലെ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഓരോന്നും ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് പറയണേ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് ഡെക്കറേഷൻസാണ് ഇഷ്ടപ്പെട്ടത്, അതോ നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ, അതോ ഇങ്ങനൊരു കോൺസെപ്റ്റ് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലേ, എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് പറയൂ. എനിക്കിങ്ങനെ ഓരോ സീസൺ വൈസ് ഡെക്കറേഷൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓട്ടം, സ്പ്രിങ്, അങ്ങനെ ഒട്ടുമിക്ക സീസൺസും അനുസരിച്ച് സ്പേസൊക്കെ മേക്ക് ഓവർ ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. പണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇതുപോലൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചത് ചെയ്യുന്നതാണ്. ഇപ്പോഴും അത് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങളിങ്ങനെയൊക്കെ മേക്ക് ഓവർ ചെയ്യാറുണ്ടോ? ചേഞ്ച് ചെയ്യാറുണ്ടോ? ഇത് ഞാൻ സ്പ്രിങ്ങിന് വേണ്ടി ചെയ്ത കേട്ടോ. അതെൻ്റെ ഹാൻഡ് മെയ്ഡ് ഒരു റീത്തായിരുന്നു. നമ്മൾ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ മേക്ക് ഓവേഴ്സ് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളുടെ സ്പേസ് വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തന്നെയാണ്. ഒരു പ്രത്യേക ഒരു സുഖം, സന്തോഷമാണ് നമ്മളുടെ ചുറ്റുപാടും വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ഭയങ്കര സന്തോഷം, അത് ഒരു വലിയ വിലയാണ് ഇതിനുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ചെറുതോ വലുതോ എന്നല്ല, നമ്മളുടെ ചുറ്റുപാടുകൾ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും, ആ വീട്ടിൽ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക്, അത് വീടെന്നല്ല ഏത് സ്പേസിലേക്കാണെങ്കിലും അവർക്ക് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ.